ഹായ് ഹലോ ക്രോഷയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ ആണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമുക്ക് ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ അങ്ങനെ കുറേ ബേസിക്സ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യമേ തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ നൂല് ചുറ്റി പുറകിലത്തെ നൂലിനെ മുൻപോട്ടിട്ട് വീണ്ടും കാണുന്ന നൂലിനെ വീണ്ടും മുൻപോട്ടിട്ട് അങ്ങനെ ഇവിടെ ചുറ്റി കെട്ടുക. എന്നിട്ട് ഹുക്ക് കൊണ്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് എത്ര വലിപ്പമുള്ള സിംഗിൾ ക്രോഷേ ആണ്, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം ഞാനിവിടെ ഒരു 15 ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. 1 2 5. എപ്പോഴും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി ടൈറ്റായിട്ട് ചെയ്യരുത്. കുറച്ച് ലൂസാക്കി വേണം ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ മുകളിലേക്കുള്ള സ്റ്റിച്ചുകൾ ചെയ്യുമ്പം അടിഭാഗം വല്ലാതെ ടൈറ്റായിട്ടിരിക്കും. മാത്രമല്ല നമുക്കിങ്ങനെ ഹുക്കിനെ ഈ നൂലിൻ്റെ ഉള്ളിലൂടെ കയറ്റുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. അതിലൂടെ ചെയ്യരുത്. നമ്മൾ ഈ ഹുക്ക് കൊണ്ട് നേരെ കാണുന്ന രണ്ടാമത്തെ ഹോളിലൂടെ കയറ്റുക. 2 പാർട്ടാണുള്ളത്. ഒരു ചെയിനിൽ 2 പാർട്ടാണുള്ളത്, ഒരു മോൾ ഭാഗവും ഒരു താഴ്ഭാഗവും. അപ്പം എപ്പോഴും നമ്മൾ മോൾ ഭാഗത്തൂടെ വേണം കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹുക്ക് കയറ്റി നൂലിനെ ഇങ്ങനെ വലിച്ച് ഹുക്കിനുള്ളിലൂടെ തന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിനകത്ത് 2 ചെയിൻ കാണാൻ പറ്റും. ആ ചെയിനെ ഇങ്ങനെ വീണ്ടും വലിച്ചെടുക്കുക. വീണ്ടും രണ്ടാമത്തെ ചെയിൻ്റെ മോൾ ഭാഗത്തോടെ പോയി നൂലിനെ ഇങ്ങനെ വലിച്ച് 2 ചെയിൻ വന്നു. 2 ചെയിനിൽ കൂടെയും നൂലിനെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് വരിക. സിംഗിൾ ക്രോഷയുടെ ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ മോൾ ഭാഗം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. 2 മുകളിലും താഴെയായിട്ട് 2 സ്റ്റിച്ച് ഉണ്ടാവും. 2 നൂല് കാണാം. ഇതാണ് താഴ്ഭാഗം ഇനി ഉണ്ടാവുക. ഇനി ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത റോ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഒരു ചെയിൻ 1 ചെയ്യുക, ഒരു ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വർക്കിനെ നേരെ തിരിച്ചു പിടിക്കുക. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഫസ്റ്റ് ചെയിനിലോട്ട്, ഇതാണ് ചെയിൻ 1. അത് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ചെയിനിലോട്ട് ഇവിടെ ഹുക്കിനെ കയറ്റി. ഹുക്കിനെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ചെയിൻ ഉണ്ട് മുകളിൽ. മോൾ ഭാഗത്ത് 2 നൂലിനെ കാണാം. അതിൽ 2 കൂടെയും കയറ്റിയിട്ട് നൂലിനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് വലിച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്തും ചെയ്യുക. 2 നൂലുണ്ട്. 2 നൂലിനെയും ഉള്ളിൽ കൂടി വേണം നൂലിനെ വലിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുക. വീണ്ടും അടുത്തത് ചെയ്യാം. 2 നൂലിൻ്റെയും ഉള്ളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോവുക, വലിച്ച് പുറത്തേക്ക് എടുക്കുക, നൂലിനെ ചെയിൻ ചെയ്യാം. ഇതുപോലെ അറ്റം വരെ ചെയ്യണം. അങ്ങനെ അവസാനം വരെ ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. വലിച്ചെടുത്തു. ചെയിൻ 1. ഇനി നെക്സ്റ്റ് റോയിലേക്ക് പോവാം. ചെയ്ത വർക്ക് നമ്മൾ തിരിച്ചു പിടിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് റോയിൽ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, ഫോർത്ത് ചെയിനിൽ സിംഗിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ഏകദേശം 6 റോ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ക്രോഷേ ഉണ്ടാവുക. നമ്മൾ കുറച്ച് ലൂസായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് ഒന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ താഴെ ഫസ്റ്റ്
ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ലൂസായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മോൾ ഭാഗം ലൂസായിട്ടിരിക്കും, അടിഭാഗം ടൈറ്റായിട്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒരേപോലെ ഉണ്ട്. അതുപോലെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 സൈഡും ഒരേപോലെ ഉണ്ടാവണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അത് നമ്മൾ എടുക്കുന്ന സ്റ്റിച്ചസിനനുസരിച്ചാണ് 2 സൈഡും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിംഗിൾ ക്രോഷേ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.